ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ സലൂണിൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തലേ ദിവസം നമ്മളൊരു 7 o'clock ആ ഒരു നൈറ്റിൽ ആ ഒരു സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് നമ്മളൊരു ആനക്കായൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ ആണോ അത് കഴിഞ്ഞിട്ടാണോ എനിക്ക് പ്രോപ്പർ കറക്റ്റ് അറിയണില്ല. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് കഴിച്ചാലുള്ളൂ എന്ത് ഈ വലുതായല്ലോ. അവിടെ നമ്മൾ സമൂസ, കട്ട്ലേറ്റ്, സാൻഡ്വിച്ച് ഇതെല്ലാം കഴിച്ചു. പിന്നെ കോഫി, ബൂസ്റ്റ്, ജ്യൂസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഷൊർണൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മൾ അവിടുത്തെ തട്ടുകടയിൽ നിന്ന് നല്ല കപ്പയും ബോട്ടിയും കഴിച്ചു. അതുപോലെ ചിക്കുക്ക എഗ്ഗും കപ്പയും ഉള്ള ഒരു സംഭവമാണ് കഴിച്ചത്. പിന്നെ കബാബും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു. ആ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്ത് തന്നത് ഷായിക്കുമാണ്. ഷായിക്ക് മുന്നേ പോയിട്ടുള്ളതാവേണ്ട അതായിരിക്കാം. അങ്ങനെ അവിടെ നിന്നുള്ള ഫുഡിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങനെ കൊച്ചിയിൽ ഏകദേശം എത്തി. നമ്മൾ നൗഷിൻ്റെ അടുത്ത് എത്തി. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ആ ഒരു ടയർഡ്നെസ്സിൽ നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇഡ്ഡലി, സാമ്പാർ, ചട്നിയൊക്കെ ആയിരുന്നു. അങ്ങനെ മോർണിംഗിൽ ഞങ്ങളും ചിക്കുക്കിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സുഡിയോക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചിക്കുക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ സുഡിയോക്ക് പോയത്. തുറന്നിട്ടില്ല. ഇപ്പോൾ 10:51, 11 മണിക്കാണ് സുഡിയോ തുറക്കുക. നമ്മൾ എങ്ങനെ വന്നു ചുക്കു? സുഡിയോ തുറക്കില്ല ഗൈസ്. എത്ര മിനിറ്റ്? 50 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. വെസ്റ്റ് സൈഡ് ഉണ്ടല്ലേ ഇവിടെ. ചെന്നപ്പോൾ സുഡിയോ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു. അറിയായിരുന്നു ആ ഒരു സമയമാവും തുറക്കാനോ, പക്ഷെ ഞങ്ങൾ സമയം ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഏകദേശം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിലൊരു ഡ്രസ്സ് ഞാനെടുത്തു, ചിക്കുക്ക 2 ഡ്രസ്സ് എടുത്തു. ഈ ഒരു ചെക്ക് ഷർട്ടും പിന്നെ ഒരു 2 ടീഷർട്ടും, അങ്ങനെ 3 ഡ്രസ്സ് എടുത്തു. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഹോള് വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും റെഡിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തമ്മനത്തുള്ള ഏതോ ഒരു ഷോപ്പിലാണ് വന്നത്. കറക്റ്റ് എനിക്ക് ആ ഷോപ്പിൻ്റെ പേരറിയില്ല. എന്തായാലും അവിടെ എത്തി. ഞങ്ങൾ മന്തിയും അൽഫാമും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. ഒരു 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ ഇനാഗ്രേഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഈവനിങ്ങിലായിരുന്നു കേട്ടോ ഇനാഗ്രേഷൻ. ഒരു 5:30 ഇനാഗ്രേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡിയായി, എല്ലാവരും സെറ്റായി, നമ്മളെല്ലാവരും സുന്ദരിമണികളായി ഉഷാറായി നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു. അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി, നമ്മുടെ നൗഷിൻ്റെ സലൂണിലെത്തി. സെറാമിക്കോവ സ്റ്റുഡിയോ, ഇതാണ് നമ്മൾ പറയപ്പെട്ട നൗഷി കേട്ടോ. അപ്പോൾ ബേബീസ് അതിൻ്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ബേബീസൊക്കെ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു, ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായിരുന്നു. എന്തായാലും നൗഷിൻ്റെ അങ്കിളും ആൻറ്റിയും ആയിരുന്നു ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഇനാഗ്രേഷൻ കഴിഞ്ഞു. അതിന് ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. വാപ്പച്ചിയായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാപ്പച്ചിക്ക് തോന്നുന്നു ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നൗഷിക്കൊക്കെ കൊടുത്തു. മാഷാ അല്ലാഹ്. അങ്ങനെ ഫുഡ് അവിടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. പുറത്ത് കോഫി, ചായ, ജ്യൂസ്, കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ഉഷാറായി. കേക്ക് വിതരണമാണ് നടത്തുന്നത്. അങ്ങനെ അവിടെ പരിപാടികൾ തകർത്തായിട്ട് നടന്നു. അങ്ങനെ എന്തായാലും ഇനാഗ്രേഷൻ ആപ്പായിട്ട് കഴിഞ്ഞു.
പിന്നെ ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് വിട്ടു. നമ്മുടെ പുതിയ ഫാമിലി മെമ്പർ ഫെബിൻ ഷാ ആക്കിഫ്. ഓക്കെ, ഫെബിൻ ഷാ ഫാസിൽ. ഇത് സുന്ദരി കൊലിയ. ഇതാണ് കുയിന്തുലിയ. കുറച്ച് കുയിന്തുണ്ട് കാര്യം. ഇതിന്റെ ചുക്കുക്ക. ഇത് വേറൊരു കുയിലുണ്ട്. ഉമ്മയും വാപ്പച്ചിയും വന്നിട്ടുണ്ടായില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വാപ്പച്ചിക്ക് ക്ഷീണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോൾ വാപ്പച്ചി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇത്രയും പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കുക്കി അഫുവാക്കി അതുപോലെ എല്ലാവരും പാടെ പോയിട്ടുണ്ടായിന്. അങ്ങനെ ഓരോ കയ്യിലൊക്കെ നിറയെ ഫുഡായിട്ട് ഓരോ വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടായിന് കേട്ടോ. ചിക്കൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതും അടിപൊളിയായി ഉഷാറായിട്ട് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാം കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒന്നീലല്ലോ. എല്ലാവരും വീട്ടിലൊക്കെ ആക്കിയിട്ട് ഞാൻ ചിക്കനും കൂടെ മറൈൻ ഡ്രൈവിൽ പോയി. ഒരു 12:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പോലീസ് ആട്ടോ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കാണ്. നമ്മളെ ഇനാഗുറേഷനും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഉഷാറായി റാഹത്തായി. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കാണ്. ബംഗാളിയാണ് ബംഗാളി. കിക്കിന്റെ ഇനാഗുറേഷന് പോയി അടിപൊളിയായി ഇനി ഞങ്ങള് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ കൊടുക്കും. ചുക്കു ടാറ്റ കൊടുക്കും.